പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ബാംഗ്ലൂര് ഒരു സെമിനാറിന് ചെന്നപ്പോൾ അവിടെ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ഈസ് ലൈക്ക് നീ ആൻഡ് ഫ്ലോർ. പ്രശ്നവും പരിഹാരവും തമ്മിലുള്ള ദൂരം കാൽമുട്ടും തറയും തമ്മിലുള്ള ദൂരം പോലെയാണെന്ന്. എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താണ് ഈ ടീച്ചർ പറയുന്നതെന്ന്. അപ്പോൾ ടീച്ചർ എന്നോട് വിവരിച്ചു പറഞ്ഞു, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് കുറെ നടക്കും, പരിഹാരം ഉണ്ടാകത്തില്ല. പിന്നെ കുറെ ഓടും, പരിഹാരം ഉണ്ടാകത്തില്ല. അപ്പോഴെല്ലാം നീ ആൻഡ് ഫ്ലോർ, തറയും മുട്ടും തമ്മിലുള്ള ദൂരം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണ്. പ്രശ്നവും പരിഹാരവും തമ്മിലുള്ള ദൂരം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും, എന്നാൽ അവസാനം ഗതി മുട്ടുമ്പോൾ ഞാൻ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ നീ ആൻഡ് ഫ്ലോർ, കാൽമുട്ടും തറയും തമ്മിലുള്ള ദൂരം ഇല്ലാതായി. അതുപോലെ തന്നെയാണ് പ്രശ്നവും പരിഹാരവും തമ്മിലുള്ള ദൂരം. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഞാൻ നടക്കും, ഓടും, പക്ഷെ പരിഹാരം ഉണ്ടാകത്തില്ല. എന്ന് കർത്താവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നോ അന്നാണ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ആ ടീച്ചർ വലിയൊരു ചിന്തയാണ് എനിക്ക് അന്നത്തെ ഷെയറിൽ നൽകിയത്. ഞാൻ ചിന്തിക്കുക, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാകും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് പരിഹാരം ഉണ്ടാക്കി തരിക. അപ്പൊ കാൽമുട്ടും തറയും തമ്മിലുള്ള ദൂരം പോലെ പ്രശ്നവും പരിഹാരവും ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ ഞാൻ എപ്പോ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നോ അപ്പോ കാൽമുട്ടും തറയും തമ്മിലുള്ള ദൂരം ഇല്ലാതാകുന്നു, പ്രശ്നവും പരിഹാരവും തമ്മിലുള്ള ദൂരം ഇല്ലാതാകുന്നു. എന്റെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കിട്ടുന്നു. ഞങ്ങളുടെ ഹോസൂർ രൂപതയില് ആ രൂപത വരാനായിട്ട് 34 വർഷങ്ങളായി മെത്രാന്മാരും അച്ഛന്മാരും അൽമാരും ഒക്കെ പരിശ്രമിക്കുന്നു. രൂപത വന്നില്ല. അവസാനം 2017 ആദ്യകാലങ്ങളില്, ആ വർഷത്തിന്റെ ആദ്യകാലങ്ങളില് അവിടെയുള്ള അമ്മമാര്, മാതൃസംഘത്തിലെ അമ്മമാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഈ മെത്രാന്മാർ അച്ഛന്മാരൊക്കെ ഇത്രയും പരിശ്രമിക്കുന്ന ഒരു രൂപത വരുന്നില്ല ഇവിടെ ഞങ്ങൾക്ക്. ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാണ്. മാതാവിന്റെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് ഞങ്ങൾ 1,00,000 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവർ തീരുമാനമെടുത്തു. അമ്മമാര് ഈ ജപമാല ഇത്ര ചെല്ലാം, 100 ചെല്ലാം, 100 ജപമാല ഒരാൾ ചെല്ലാന്ന് പറഞ്ഞു, 150 ജപമാല വേറൊരാൾ ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ജപമാല വീതിച്ചെടുത്തു. 1,00,000 ജപമാല അവർ വീതിച്ചു അമ്മമാര്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ കർത്താവിന് കട്ട് ഡേറ്റ് കൊടുത്തു. അതായത് കട്ട് ഡേറ്റ്, ഇന്ന ഡേറ്റ് കൊണ്ട് നീ നടത്തി തരണം എന്നും കൂടി അവർ നിബന്ധന വെച്ച അമ്മമാര്. നോക്കുക അവരുടെ വിശ്വാസം. അവരെന്താ പറഞ്ഞെന്നറിയാവോ? ഒക്ടോബർ മാസം അവസാനത്തിന് മുമ്പ് ഞങ്ങൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അന്ന് ബെസൻ നഗർ പള്ളിയിൽ ഞങ്ങൾ കുർബാന വയ്ക്കും. അതിനു മുമ്പായിട്ട് ഞങ്ങൾ 1,00,000 ജപമാല ചൊല്ലി തീർക്കും. അതിനുള്ളിൽ ഞങ്ങൾക്ക് രൂപത ശരിയാക്കി തരണമെന്ന് നിർബന്ധം വെച്ചു ദൈവത്തോട്. അവർ ജപമാല ചൊല്ലാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ഒക്ടോബർ മാസം 2017 ഒക്ടോബർ മാസം 10-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോസൂർ രൂപത പ്രഖ്യാപിച്ചുകൊണ്ട് സൈൻ ചെയ്തു. അപ്പൊ ഇപ്പോഴും അമ്മമാര്, ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മെത്രാന്മാർ അച്ഛന്മാരൊന്നല്ല രൂപത ഉണ്ടാക്കിയത്, ഞങ്ങൾ അമ്മമാരവിടെ രൂപത ഉണ്ടാക്കിയത് 1,00,000 ജപമാല ചൊല്ലിക്കൊണ്ട്. ഞാൻ പറയുക, നമ്മളിപ്പോ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. നമുക്ക് 1,00,000 ജപമാല ചൊല്ലിക്കൊണ്ട് മാതാവിന്റെ മാധ്യസ്ഥം യാചിച്ചാല് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. ഞാൻ ഒരു 100 ജപമാല ഇപ്പൊ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം ഉണ്ടാകാനായിട്ട് ചൊല്ലിക്കൊള്ളാം. സാധിക്കുന്ന 1000 പേര് കൂടി 100 ജപമാല വീതം ചൊല്ലാൻ തയ്യാറുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ 1986 മെഡ്ജുഗോറിയയില് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്ന യുവതി യുവാക്കളെ കാണാനായിട്ട് പോയിരുന്നു. അന്ന് റോമിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ യുഗോസ്ലാവിയയിൽ ചെന്നു. മെഡ്ജുഗോറിയ എന്ന ഗ്രാമത്തിലെത്തി. മറിയ എന്ന പേരുള്ള യുവതിയെ, അന്ന് അവൾക്ക് 1986 അന്ന് അവൾക്ക് 21 വയസ്സാന്ന് എന്നോട് പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. ആ മറിയ എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് ചോദിച്ചു, മാതാവ് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? മെഡ്ജുഗോറിയയിലെ മറിയ എന്നോട് പറഞ്ഞു, 5 കാര്യങ്ങളാണ് മാതാവ് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, നല്ല കുമ്പസാരം നടത്തുക, യോഗ്യതയോടെ കുർബാന സ്വീകരിക്കുക, വിശുദ്ധീകരണം പ്രാപിക്കുക. ഈ 5 കാര്യങ്ങള് ഞാൻ വീണ്ടും മറിയയോട് അന്ന് ചോദിച്ചു. ഞാൻ ഓർക്കുന്നു,
മറിയ എന്തോരം സമയം ഒരു ദിവസം പ്രാർത്ഥിക്കണമെന്നാണ് മാതാവ് ആവശ്യപ്പെടുന്നത്. മറിയ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു 3 മണിക്കൂർ പ്രതിദിനം പ്രാർത്ഥിക്കണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടുവെന്ന് മറിയ എന്നോട് പറഞ്ഞു. ഞാൻ മറിയോട് വീണ്ടും ചോദിച്ചു, മറിയ, ഞാൻ ചെന്ന ആളുകളോട് 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എന്നെ ആൾക്കാർ തല്ലു. അരമണിക്കൂർ കൊന്തയെല്ലാം തന്നെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ ചിലവർക്ക്. അപ്പൊ മറിയ പറഞ്ഞു, അച്ഛാ, ഞങ്ങളും അങ്ങനെയാണ് ആദ്യം മാതാവിനോട് പ്രതികരിച്ചത്. അപ്പൊ മാതാവ് പറഞ്ഞെന്നാണ് മറിയ എന്നോട് പറഞ്ഞത്, നിങ്ങളൊരു ദിവസം 24 മണിക്കൂറിൽ എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് എത്രമാത്രം സമയം ചെലവഴിക്കുന്നു, അതിലൊരു 3 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഇതെല്ലാം നൽകുന്ന ദൈവത്തിന് വേണ്ടി നൽകാൻ സാധിക്കില്ല എന്ന് മാതാവ് ചോദിച്ചെന്ന് മറിയ എന്നോട് പറയുന്നു. എന്തായാലും മെഡ്ജുഗോറിയയില് മാതാവ് ഈ യുവതിയുവാക്കൾക്ക് ദർശനം കൊടുക്കുന്നതിന് ബന്ധപ്പെട്ട് റോം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ 5 കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ഒരു തെറ്റുമില്ല. പ്രാർത്ഥിക്കുക, 3 മണിക്കൂറെങ്കിലും പ്രതിദിനം പ്രാർത്ഥിക്കണം എന്ന് മറിയ മാതാവ് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് ഷെയർ ചെയ്യുകയുണ്ടായി. അതുപോലെ ഉപവസിക്കുക, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് ആ ത്യാഗം ഏറ്റെടുക്കുക. കുമ്പസാരിക്കുക, നല്ല കുമ്പസാരം, യോഗ്യതയോടെ കുമ്പസാരിക്കുക. അതുപോലെ യോഗ്യതയോടെ കുർബാന സ്വീകരിക്കുക. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കുക. തീർച്ചയായിട്ടും അമ്മ നൽകുന്ന ഈ 5 വഴികള് അത് തീർത്തും ക്രൈസ്തവമാണ്. ഈ മെഡ്ജുഗോറിയൻ ദർശനത്തെ കുറിച്ച് റോം എന്ത് തീർപ്പ് കൽപ്പിച്ചാലും ഈ 5 കാര്യങ്ങളും തീർത്തും കത്തോലിക്ക വിശ്വാസത്തിന് നിരക്കുന്നതാണ്. അപ്പൊ ഈ 5 രീതികൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു വരുന്നതാണ്, പ്രാർത്ഥനയാണ് ശക്തി, പ്രാർത്ഥനയാണ് പ്രശ്ന പരിഹാരം. വേറെ ഒന്നും പ്രശ്ന പരിഹാരം ഇല്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനത്തില് കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അതിന് ആ വചനത്തിന്റെ ഒരു പിൻഭാഗമുണ്ട്, മനുഷ്യന് സാധ്യമായത് ഒന്നുമില്ല ദൈവത്തെ കൂടാതെ. അതുകൊണ്ട് ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം. അതിലേക്ക് ഞാൻ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ഉറച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പരീക്ഷിച്ച് നോക്കിയൊരു കാര്യമുണ്ട്. ഞാൻ മുൻപ് പള്ളികളിൽ ഇരുന്ന സമയത്ത് 1 മണിക്കൂറെങ്കിലും കർത്താവിന്റെ മുമ്പിൽ ശാന്തമായിട്ട് ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. തീർത്തും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോരായ്മകൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ 1 മണിക്കൂറെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തില് ഇടവക ഭരണത്തില് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്നുള്ളത് ഒരു സത്യമാണ്. മറ്റു പല അച്ഛന്മാരും വളരെ ക്ലേശിച്ച് വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും ഇടവകയില് വീടുകളിലൊക്കെ കയറി നടന്ന് ചായയൊക്കെ കുടിച്ച് ഫ്രീ ആയിട്ട് നടക്കാറാണ് പതിവ്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നാം കർത്താവിന്റെ മുമ്പിൽ 1 മണിക്കൂറെങ്കിലും പ്രതിദിനം ഇരിക്കാൻ ശ്രമിക്കുക. കർത്താവ് ചോദിച്ചില്ലേ, 1 മണിക്കൂറെങ്കിലും എന്നോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിന്റെ മുമ്പിലാണ്, ആ ചോദ്യത്തിന്റെ പിന്നാമ്പുറം പിടിച്ചാണ് ഞാൻ 1 മണിക്കൂറെങ്കിലും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം എന്നോടും നിങ്ങളോടും നൽകുന്നത്. നമുക്ക് പ്രാർത്ഥനയിലൂടെ ശക്തി സംഭരിക്കാം. പ്രാർത്ഥനയിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.